എൻ്റെ പേര് സാജു എബ്രഹാം. വീട്ടുപേര് ഇല്ലിക്കൽ, കോട്ടയത്തിനടുത്ത് ആനിക്കാട് സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ്. ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഒപ്പം LSSൻ്റെ കോർഡിനേറ്ററാണ്. KCBCയുടെ റിസർച്ച് ടീമിൻ്റെ മെമ്പറാണിപ്പോൾ. ഇങ്ങനെ ശുശ്രൂഷാ തലത്തിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. ഞാൻ സെൻട്രൽ പോലീസിലെ അംഗമായിരുന്നു. അവിടെ 22 കൊല്ലങ്ങൾ കൂടുതൽ ജോലി ചെയ്ത് പിന്നീട് കേരളത്തിലേക്ക് വന്ന് ഡെപ്യൂട്ടേഷനിലേക്ക് കുറച്ച് നാൾ ഇവിടെ ചെയ്തു. പിന്നെ ജോലി VRS എടുത്ത് ഞാൻ പൂർണ്ണമായിട്ടും ശുശ്രൂഷയിലേക്ക് വരികയായിരുന്നു. മാതാവിൻ്റെ വലിയ ഒരു ഭക്തനാണ് ഞാൻ. അതിന് കാരണമായി തീർന്നത് എൻ്റെ വല്യപ്പനിൽ നിന്നും എനിക്ക് കിട്ടിയ ബാലപാഠങ്ങളാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ പോലും ഞങ്ങൾ മുട്ടയിൽ നിന്നുകൊണ്ട് 150 ജപം ചൊല്ലി കാഴ്ചവെക്കുമായിരുന്നു. അങ്ങനെ വല്യപ്പനിൽ നിന്നും കിട്ടിയ ഒരു വലിയ പ്രചോദനം അത് കൂടുതൽ മാതാവിലേക്ക് അടുക്കാനായിട്ട് കാരണമായി തീർന്നു. പിന്നെ അതിൻ്റെ അപ്പുറം എൻ്റെ അമ്മ വലിയ മരിയ ഭക്തി ഉള്ള ഒരു സ്ത്രീയാണ്. 82 വയസ്സുണ്ട്. അമ്മ ഇന്നും മാതാവിനെ പ്രതി എല്ലാ ശനിയാഴ്ചയും നോയമ്പെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മ ചെറുപ്പം തൊട്ട് മാതാവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ മാതാവ് എന്നുള്ള ഒരു വലിയ മാതാവ് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളൊരു വലിയ ചിന്തയിലേക്ക് ചെറുപ്പം മുതലുള്ള കേട്ടുകേൾവിയിലൂടെ പിന്നീട് പ്രായമായതനുസരിച്ച് അതിലേക്ക് എത്തിച്ചേരാനും മാതാവിലേക്ക് കൂടുതൽ ശരണപ്പെടാനും സാധിച്ചു. ഞാൻ 23-ാമത്തെ വയസ്സിൽ സെൻട്രൽ UPSCയുടെ ടെസ്റ്റ് എഴുതി ഞാൻ CRPFൻ്റെ എൻലിസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു ചെന്നു. പിന്നീട് ഞാൻ മദ്രാസിൽ ആവടിയിൽ 1 കൊല്ലത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി. ശേഷം എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ് കൽക്കട്ടയിലേക്കായിരുന്നു. ഞാൻ കൽക്കട്ടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഹൗറ ബ്രിഡ്ജിനോട് ചേർന്ന് ഞങ്ങളുടെ ഓഫീസ്. അതിനുശേഷം ഞാനവിടെ പള്ളികളിലേക്ക് കടന്നു ചെന്നപ്പോഴത്തേനും മദർ തെരേസ കൽക്കട്ടയിലാണെന്ന് അറിയാം. അപ്പോൾ ഒരു നിമിത്തം എന്നതുപോലെ മദർ തെരേസയുടെ അതേ പാരീഷിലേക്കാണ് ഞാനും കടന്നു ചെന്നത്. അങ്ങനെ മദർ തെരേസയുടെ കൂടെ കൂടുതൽ അടുക്കുവാനും മദർ തെരേസയോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഒക്കെ കിട്ടിയ ഒരു വലിയ പുണ്യമുണ്ട്. അന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊന്ത ചെല്ലാൻ തുടങ്ങുമ്പോൾ വലിയൊരു എന്തോ ഒരു ആത്മവിശ്വാസം പോലെ വലിയ ഒരു അനുഭൂതി നമ്മളിലേക്ക് കടന്നു. ഇന്ന് മദർ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു ഇപ്പോഴും. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കണം. നമുക്ക് കൊന്തയല്ല അവിടെ പ്രാധാന്യം, ദിവ്യകാരുണ്യത്തിന് വേണ്ടിയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരുന്നു നമ്മൾ കൊന്ത ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ആ ദിവ്യകാരുണ്യത്തോടുള്ള കൂടുതൽ ഭക്തി നമ്മളിലേക്ക് കൂടുതൽ അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം മദറിൻ്റെ ഒരു എത്ര വലിയ ഡ്യൂട്ടി എവിടെ എന്തെല്ലാം വന്നാലും മദറിൻ്റെ സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ ആരാധന അത് മസ്റ്റായിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യത്തിനോടുള്ള ഭക്തി കൂടി
കൊന്ത അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പിന്നീട് മിസോറാമിലേക്ക് പോസ്റ്റിംഗ് പോകുന്നു. ഈ മിസോറാമിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി. കാരണം അവിടുത്തെ മക്കളോട് ചേർന്ന് നിന്ന് അന്ന് അവിടെ കൊന്ത ചെല്ലുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യമായിട്ട് അവിടെ ഇല്ലായിരുന്നു. നല്ല ഭക്തിയുള്ള ഒരു സമൂഹം. പക്ഷേ അവിടെ കൂടുതൽ കൊന്ത നമസ്കാരത്തിലേക്ക് ആൾക്കാരെ കൊണ്ട് ചെന്ന് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണമെന്ന് പറയുന്നത് എൻ്റെ അടങ്ങാത്ത മാതാവിനോടുള്ളൊരു ഭക്തിയായിരുന്നു. കാരണം എന്നും കൊന്ത ചൊല്ലി ഏതൊരു കാര്യത്തിനും എന്ത് വന്നാലും ഇപ്പോൾ ഒരു ഈവൻ ഡ്യൂട്ടി ആണെങ്കിൽ പോലും ആ ഡ്യൂട്ടിക്ക് മുമ്പായിട്ട് കൊന്ത ചൊല്ലി ഒരുങ്ങി ഡ്യൂട്ടിയിലേക്ക് പോകുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇൻസിഡൻറ്റുകളിൽ നിന്നും ഒഴിവാകാനായിട്ട് സാധിച്ചു. അത് ഞാൻ ഇന്നും വലിയ ആത്മാഭിമാനത്തോടെ പറയുകയാണ്, എൻ്റെ അമ്മയുടെ ആ വലിയ സാന്നിധ്യം. കാരണം നമുക്കറിയാം, ഈശോയിലേക്ക് നമ്മൾ കൊടുക്കുന്ന മുഴുവനും കാര്യങ്ങളും അത് അമ്മയിലൂടെ മധ്യസ്ഥ അപേക്ഷിച്ചാണ്. കുരിശിൻ്റെ ചുവട്ടിലിരിക്കാനായിട്ട് അമ്മയല്ലേ ഉള്ളത്, അമ്മയുടെ മടിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു ചിന്ത അന്ന് തൊട്ടേ നല്ല രീതിയിലേക്ക് മനസ്സിലങ്ങ് അടിയുറച്ച് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാൻ പിന്നീട് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമൊക്കെ ആയിട്ട് പിന്നീട് ഞാൻ ദില്ലിയിലേക്ക് പോസ്റ്റിംഗ് വരുമ്പോൾ അവിടെ ഞാൻ അന്ന് രാജീവ് ഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റോബറായിരുന്നു. അതായത് രാജീവ് ഗാന്ധിയുടെ വാഹന വ്യൂഹങ്ങൾ കടന്നു വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കേണ്ട ഡ്യൂട്ടിയാണ് റോബറിൻ്റേത്. അപ്പോൾ അന്ന് ഞങ്ങൾ വലിയ സ്പീഡിലാണ് പോകുന്നത്. പലപ്പോഴും ചില വഴികളിലൊക്കെ വണ്ടി ഒരു പ്രാവശ്യം തെന്നി മാറി. കാരണം പുറകിൽ വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. നമുക്ക് വല്ലാത്ത ഒരു വിഷമങ്ങളുണ്ടാകും ആ സമയങ്ങളിൽ. അന്ന് എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കി എത്രയും ദയുള്ള മാതാവേ ചൊല്ലി. കാരണം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയുടെ ഒരു മഹത്വവും കൂടെ എനിക്ക് മദർ തെരേസ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ 7 പ്രാവശ്യം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഇൻസിഡൻറ്റുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു കുഴപ്പവുമില്ലാതെ എത്തിച്ചേരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ അയോധ്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയം. അന്ന് ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ധാരാളം ആൾക്കാർ മരിച്ച ഒരു സമയമാണ്. അന്ന് എൻ്റെ ഡ്യൂട്ടി, ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും അവിടെ എത്തുന്നത് ഞാൻ അവിടുത്തെ റിപ്പോർട്ടറായിട്ടാണ്. സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് അയോധ്യയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ പിടിച്ച് ഉലച്ച ഒത്തിരി ക്രൈസിസ് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അവിടെയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മേ മാതാവേ, ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തു തരണമേ, എൻ്റെ തിരുക്കുമാരനോട് ഈ എല്ലാ പ്രശ്നത്തിനും വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുട്ടുമേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച അനുഭവമുണ്ട്. ആ അനുഭവം എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അയോധ്യ ശാന്തമായി. കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസമാണ്, എൻ്റെ അമ്മ ഇടപെടും. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഈ ലോകം മുഴുവനുമുള്ള മനസ്സാന്തരത്തിനായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ഞാനതിൽ വലിയ വിശ്വാസം കണ്ടെത്തുന്നയാളാണ്. അങ്ങനെ അവിടെ നിന്നും ശാന്തമായ ഒരു കാര്യങ്ങളിലേക്ക് അവിടെ നിന്ന് മാറി പിന്നീട് ഞാൻ തിരിച്ചു പോരുന്നു. പിന്നെ എനിക്ക് ത്രിപുര എന്ന് പറയുന്ന സ്ഥലത്ത് അഗർത്തലയിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ
ദൂരമാണ് ഞാൻ ആയിരുന്ന സ്ഥലം. MC പാറ എന്ന് പറയും ഷോർട്ട് ഫോമിൽ. അത് മൂൾച്ചന്ത് പാറ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഏരിയയാണ്. അവിടെ അന്ന് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ത്രിപുരയിൽ. ഇന്നും അതൊക്കെ ഉണ്ട്, പക്ഷേ അന്ന് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഈ MC പാറയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വെളിച്ചമോ വെട്ടമോ ഒന്നുമില്ല, കറണ്ടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ റയറായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ആദ്യമേ അന്വേഷിച്ചു, ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ മക്കളുണ്ടോ, പള്ളിയുണ്ടോ. അപ്പോൾ അവിടെ പള്ളിയില്ല, ക്രിസ്ത്യൻ മക്കളുണ്ട്, പക്ഷേ അവർക്ക് ഒരു ദേവാലയത്തിൽ പോകാനുള്ള സാഹചര്യങ്ങളോ അതൊന്നുമില്ല. അവിടെ 60 കിലോമീറ്റർ പോകണം ഇവർക്ക് ദേവാലയത്തിൽ പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണമൊന്നും അവർക്കത്ര അറിയത്തുമില്ല. കാരണം അങ്ങോട്ടൊരു വൈദികന് കടന്നു ചെല്ലാനുള്ള പരിമിതികളുണ്ടായിരുന്നു. വലിയൊരു ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ നിരന്തരമായിട്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ, വലിയൊരു നിയോഗം ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരികയാണ്. എൻ്റെ തിരുക്കുമാരനിലൂടെ എനിക്കത് സാധിച്ചു തരണം. അത് തന്നേ പറ്റുള്ളൂ. കാരണം മാമുദീസ മുങ്ങിയിട്ടും മാമുദീസയുടെ ഫലങ്ങളിൽ ജീവിക്കാനുള്ള വിളിയാണ് ഈ മക്കളെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗം അതിലെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയങ്ങളിൽ ഓരോ കുടുംബത്തെയും കണ്ടെത്തും. അന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളെ മനസ്സിലാക്കി അവരെ ഒരുമിച്ച് ചേർക്കാനായിട്ട് അമ്മയുടെ മുമ്പിൽ നിയോഗം വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. വലിയൊരു അനുഗ്രഹമായിരുന്നു അമ്മയുടെ. കാരണം അന്ന് ത്രിപുരയിലെ നമ്മുടെ ഒരു മലയാളി അച്ഛനായിരുന്നു, അച്ഛന് ഫെലിക്സ് അച്ഛൻ എന്ന് പറയുന്നു. ആ അച്ഛൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതൽ കിട്ടി. അവിടെ ആഴ്ചയിൽ ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് സാധിച്ചു. ഇത് തീർച്ചയായിട്ടും ഞാൻ ഇന്നും അന്നും എന്നും ഓർക്കുന്നു. മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ദൈവകൃപയാൽ അവിടെ നല്ല പള്ളി ഉയർന്നു. അവിടെ അച്ഛന്മാരുണ്ട്. ഇപ്പോൾ ധാരാളം മക്കൾ അവിടെ ജേർണിയ MC പാറ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ക്രിസ്ത്യാനികളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സമൂഹം അവിടെ ഉയർന്നിട്ടുണ്ട്. പിന്നെ എവിടെയെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവിടെ എല്ലാം അമ്മ എന്നെ കൈപിടിച്ച് നടത്തി. ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ എനിക്ക് ഒരിക്കലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരാപത്തെന്ന് പറയുന്നത് ഒരു ചെറിയ തോതിൽ പോലും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ജോലിയിൽ എന്നും ഞാൻ രാത്രിയിൽ എത്ര തിരക്കാണേലും എത്ര താമസിച്ച് അവിടെ വന്നാലും ഏത് ഡ്യൂട്ടിയിലാണെങ്കിലും ഞാൻ എൻ്റെ ജപമാല കൈവിട്ടിട്ടില്ല. അതന്നും ഇന്നും അതിൻ്റെ വലിയ ഒരു പുണ്യം എല്ലായിടത്തും നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഞാനങ്ങനെ എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതം VRSലൂടെ അവസാനിപ്പിച്ച് ഞാൻ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നുപോയി. കാരണം ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് കടന്നു പോകത്തക്ക രീതിയിലുള്ള അറിവോ ഒന്നും എനിക്കില്ല. പക്ഷേ അമ്മ എന്നോട് ചേർന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. കാരണം പലയിടത്തും അമ്മ താങ്ങി നിർത്തി. ഇന്ന് ഞാൻ VRS എടുത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് ശേഷം എനിക്ക് ഒരിടത്തും ഇരിക്കേണ്ടതായിട്ട് വന്നില്ല. മറ്റൊരു ജോലിക്ക് എനിക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം എൻ്റെ ജോലി ഇതാ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നു.
അമ്മ അതിന് വലിയ മധ്യസ്ഥം. ഒന്നുമില്ലായ്മയിൽ നിന്നൊന്ന് പറയാം. കാരണം ഇന്ന് ഞാൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നു. അന്ന് അത്ര സജീവമൊന്നുമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3-4-5 പേരേ ഉള്ളായിരുന്നു അന്ന്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് അവിടെ ഞാൻ കണ്ടത്, ഇവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് കരുണക്കൊന്ത ചെല്ലും. കരുണക്കൊന്ത ചൊല്ലി അവർ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു, കരുണക്കൊന്ത ചെല്ലാൻ നമുക്ക് ആദ്യമേ ജപമാല എത്തിക്കണം. അങ്ങനെ ജപമാല എത്തിച്ചുകൊണ്ട് പിന്നീട് കരുണക്കൊന്തയിലേക്കും പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കും പിന്നെ സുവിശേഷ പ്രഘോഷണത്തിലേക്കും അരമണിക്കൂർ വചനമുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും തലത്തിലേക്കെല്ലാം ഉയരുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്ന് ഞാൻ പാമ്പാടിയിലെ ഗുഡ്നൂസ് എന്ന് പറയുന്ന ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലിരുന്നപ്പോൾ നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് അമ്മയോർത്ത്, അതിനുശേഷം എൻ്റെ ആദ്യ സമയമാണ് ഞാൻ അവിടെ ഒരു ടോക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഈ ടോക്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും അവിടെ ഇരുന്നവർ എന്നോട് ചോദിച്ചു, ബ്രദർ എത്ര നാളായി ശുശ്രൂഷയിലായിട്ട്? ഞങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞു, തുടങ്ങിയതേ ഉള്ളൂ. എന്താ പറയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരേ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിലെ ശക്തി അത് കൊന്തയാണ്. എവിടെ സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നാലും അവിടെ കൊന്ത ചെല്ലാതെ സുവിശേഷത്തിലേക്ക് കടക്കത്തില്ല, വചനപ്രഘോഷത്തിലേക്ക് കടക്കത്തില്ല. അടുത്ത നാളിൽ കഴിഞ്ഞ മാസം ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടി ക്ലാസിൻ്റെ സമയത്ത് ഇറങ്ങി ഓടുന്നതൊക്കെ ഞാൻ കണ്ടു. ആ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടല്ലോ എന്ന്. ആ കുട്ടിയുടെ അമ്മയും ചേടത്തിയും ഉണ്ടായിരുന്നു. ഇവർ ആ കുഞ്ഞിൻ്റെ പുറകെ ഓടി. അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ ചേടത്തി സ്റ്റേജിൻ്റെ പുറകിൽ വന്നിട്ട് എന്നോടിങ്ങനെ വിളിച്ചു പറഞ്ഞു, മറ്റു ബ്രദറിലൂടെ പറഞ്ഞു, അവൾ കതകടച്ചു, അവൾ കതക് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. മുറിയിൽ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു, അമ്മയെ മുറുക്കെ പിടിക്കുക, എത്രയും ദയുള്ള മാതാവെ ഉറക്കെ ചൊല്ലിക്കൂ. ഇങ്ങനെ എത്രയും ദയുള്ള മാതാവെ ചൊല്ലിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണം എത്തിച്ചെല്ലണം. വലിയ അത്ഭുതമല്ലേ? ഇതിൻ്റെ അപ്പുറം അത്ഭുതമൊക്കെ എന്താണ്? ഇവരവിടെ വാതിക്കൽ ചെല്ലുകയും ഈ കുഞ്ഞ് കഥ തുറന്ന് വെളിയിലേക്ക് വരികയും നേരെ അവരുടെ കൂട്ടത്തിൽ വന്ന് അവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ കുഞ്ഞിനെ കാണേണ്ടി വന്നു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിലുണ്ടായ ഒരു മാറ്റം, ആ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നും കിട്ടിയ ഒരു പ്രശോഭ, എന്താ പറയുക, ഞാൻ പറഞ്ഞു, മോളെ അമ്മയെ മുറുക്കെ പിടിച്ചു. എല്ലാ ദിവസവും കൊന്ത ചെല്ലണം കേട്ടോ, ഒരു ദിവസം പോലും മോളെ കൊന്ത ചെല്ലാതിരിക്കരുത്. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥം തേടാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ധ്യാനകേന്ദ്രമാണ് പെനുവേലാശ്രമം എന്ന് പറയുന്ന ധ്യാനകേന്ദ്രം, തമലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനവിടെ എല്ലാ മാസവും 14ഉം 15ഉം ഫാമിലി കൗൺസിലിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷകർക്കായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു
വലിയൊരു ആഗ്രഹം ഫാമിലി കൗൺസിലിംഗ് കൊടുക്കണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവിടെ മദ്യപാനികളുടെ ധ്യാനമാണ് നടക്കുന്നത്. മദ്യപാനികളുടെ ഫാമിലികൾ അവിടെ വരണം, അത് നിർബന്ധമാണ്. അങ്ങനെ അവിടെ ഒരു ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരു മദ്യപാനി ഫാമിലി കൂട്ടി വന്നപ്പോൾ ആ ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരു മോളുണ്ടായിരുന്നു. ഈ മോള് വയലൻ്റായി. അപ്പോൾ അന്ന് അവിടുത്തെ പെരുന്നേലച്ഛന് ആ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഈ കുട്ടി എന്നെ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കൊന്ത ഞാൻ അവിടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോളെ നീ വാ. ഈ കൊന്ത കഴുത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇത്രമാത്രം ആക്രോശിച്ച് എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ ഈ കുഞ്ഞ്, എനിക്കെങ്ങനെയും കുഞ്ഞിനെ ദേവാലയത്തിലൊന്ന് കയറ്റുക എന്നുള്ളതേ ഉള്ളായിരുന്നു. കാരണം എനിക്കറിയാം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ തീരാത്ത ഒരു വിഷമവുമില്ല, ഒരു ദുഃഖവുമില്ല. അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി. 2.5 മണിക്കൂർ ഈ കുഞ്ഞിനോട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അവൾ എത്രയോ സന്തോഷവതിയായിട്ടാണ് ദേവാലയത്തിൽ നിന്നും ഇറങ്ങി അച്ഛൻ്റെ മുന്നിലേക്ക് ചെന്നതും അച്ഛ എന്നെ ആശീർവദിക്കണമെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഓരോ ശുശ്രൂഷയിലും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊന്തയിലുള്ള മരിയ ഭക്തി ഇന്ന് ജീവിതത്തിലേക്ക് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു, ഇന്ന് ദൈവം എന്നെ ഇത്രയും ഉയർത്തിയെങ്കിൽ അതിനെൻ്റെ മാതാവിൻ്റെ പങ്ക് ഒത്തിരി വലുതാണ്.